ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അമ്പലത്തിലെ ഉത്സവം ദിവസത്തെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്പലത്തിലെയും ഞങ്ങളുടെ വീട്ടിലെയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത്. ഉത്സവ ദിവസം എനിക്ക് ഒന്നിനും പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞും കുറച്ച് സാഹചര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ ഇപ്പോഴാണ് ഒരുപാട് ലേറ്റായിപ്പോയി. എന്നാൽ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ദേ ഞാൻ ഇലയൊക്കെ വെട്ടി കഴിക്കാനൊക്കെ ആയിട്ട് പോവാണ്. ഉച്ച സമയമാണ് കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുന്നതൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കുക്ക് ചെയ്യുന്നതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ആ ടൈമിലുള്ള കറികളൊക്കെ കാണിച്ചു തരാം. ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഗസ്റ്റ് ആരും ഇല്ല കേട്ടോ. ഞങ്ങളെല്ലാ പ്രാവശ്യവും ഗസ്റ്റിനെയൊക്കെ വിളിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരാറുണ്ടായിരുന്നു, ഏട്ടൻ്റെ അമ്മയൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം അപ്പ ഇല്ലാത്തതുകൊണ്ട് ഒരു മൂഡില്ലായിരുന്നു. അതുകൊണ്ടാണ് ആരും വരാഞ്ഞത്. പിന്നെ ഞങ്ങളുടെ മോങ്കുട്ടനുണ്ടായിരുന്നു. മോങ്കുട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അനിയനാണ്, എൻ്റെ അപ്പാടെ അനിയൻ്റെ മകനാണ്. അപ്പം അവൻ ഗസ്റ്റല്ല, അവൻ നമ്മുടെ കൊച്ചുകാരനാണ്. അപ്പോൾ അവൻ മാത്രമേ ഉള്ളായിരുന്നു ഇന്ന് പ്രത്യേകമായിട്ട്. അങ്ങനെ ഞങ്ങളിത് കഴിക്കാനൊക്കെ പോവാണ്. ആദൂട്ടിനൊക്കെ ഉള്ള ഇലയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചോറൊക്കെ വിളമ്പിയപ്പോഴത്തേക്കും ആദൂട്ടിന് ഇലയ്ക്കകത്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ചോറൊക്കെ ഇടിയിച്ചു. പക്ഷേ ആളിന് കഴിക്കാനൊന്നും ഇഷ്ടമല്ല. ഇലയൊക്കെ ഇട്ട് എല്ലാവരുടെയും കൂടി ഇങ്ങനെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ ആദ്യം ഞാൻ ആദൂട്ടിന് ചോറ് വാരി കൊടുക്കുവാണ്. പക്ഷേ അവനൊന്നും കഴിച്ചിട്ടില്ല. അവനിങ്ങനെ നോക്കിയിരിക്കും. അവന് പ്രത്യേകം പാട്ടൊക്കെ വെച്ചിട്ട് ഫോണിനകത്ത് പ്ലേറ്റ് കൊടുത്താലേ അവൻ നന്നായിട്ട് കഴിക്കും. പിന്നെ ഇതിപ്പം നമ്മുടെ കൂടെ ജസ്റ്റ് വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ചോറ്, പരിപ്പ്, ചിക്കൻ കറി, തോരൻ, അവിയൽ, അച്ചാർ, അങ്ങനെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഉത്സവം കാണാനായിട്ട് അമ്പലത്തിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഒന്നാം കരയുടെ കുതിരയുടെ ഒപ്പമാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അമ്മേൻ്റെ പുറവിനുണ്ട്. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ മകൻ സച്ചു സ്വന്തമായിട്ടുണ്ടാക്കിയ കോൽക്കുതിരയാണ് അമ്പലത്തിലേക്ക് സമർപ്പിക്കാനായിട്ട്. അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അവൻ നല്ലൊരു കലാകാരനാണ്. അപ്പോൾ അത് ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞങ്ങളെല്ലാവരോടും ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോവാണ്. ഇപ്പം ആദൂട്ടിനാണെങ്കിൽ അത് വലിച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അപ്പച്ചിമാരാണ് കേട്ടോ അവനെ കൊണ്ട് പോകുന്നത്. ഇതെല്ലാം എൻ്റെ ചേച്ചിയുടെ മക്കളാണ്. അവനെ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ട പരിപാടി ഉള്ളായിരുന്നു. ആദൂട്ടിനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. എന്താണെന്നറിയത്തില്ല, അവന് എന്ത് സ്വപ്നമാണോ നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ളൊരിതായിരുന്നു ഇതിങ്ങനെ സ്വന്തമായിട്ട് വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ ഒന്നാം കരയുടെ കോൽക്കുതിരയാണ്. നമ്മൾ ഒന്നാം കരക്കാരാണല്ലോ. അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെയാണ് പോകുന്നത്. അതിൻ്റെ തൊട്ട് പുറവിനായിട്ടാണ് നമ്മുടെ സച്ചുവിൻ്റെ കോൽക്കുതിര കൊണ്ടുപോകുന്നത്. Wait.
അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഒന്നാം കരയുടെ മെയിൻ കോൽക്കുതിര. അപ്പോൾ നമ്മുടെ മാവന്മാരൊക്കെയാണത്. ഇത് ആദൂട്ടൻ എൻ്റെ തൊട്ട് പുറകിനായിട്ട് ഒറ്റയ്ക്ക് അത് വലിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അവനെന്താണെന്നറിയാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. എന്നെ നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. അപ്പം സന്ധ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുവാണ്. ഞങ്ങൾ എല്ലാ ഫ്ലോട്ടൊക്കെ വന്ന് കോൽക്കുതിരയൊക്കെ വന്ന് കയറി എല്ലാം നിരന്നൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ പോകത്തുള്ളൂ. ഫുള്ള് ഉത്സവം കണ്ട് മുഴുത്ത് നിന്നിട്ടേ ഞങ്ങൾ വീട്ടിലൊക്കെ പോകാറുള്ളൂ. അപ്പം നമ്മുടെ ബന്ധുക്കാരെല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നിച്ചവിടെ നിന്ന് രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ കോൽക്കുതിരകളെല്ലാം വന്നു. ഏകദേശം ആളുകളൊക്കെ പോയൊക്കെ തുടങ്ങിയെങ്കിലും ആദൂട്ടൻ്റെ ഉത്സവം തീർന്നിട്ടില്ല. ഈ കോൽക്കുതിരയുടെ പുറവിന് തന്നെയായിരുന്നു, കുഞ്ഞു കുതിരയുടെ പുറവിന് തന്നെയായിരുന്നു. ഡാൻസ് ഒന്നും നിന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോകാനായിട്ട് റെഡിയായി. സമയം 10:30 കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകണം, വല്ലതും കഴിക്കണം, ഉറങ്ങണം, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെയും വകയായിട്ട് ഒത്തിരി ഐസ്ക്രീം കഴിച്ചു. എത്ര ആണെന്ന് കണക്കില്ല. ആദൂട്ടനും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ബൈ.